ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു യാത്ര തുടങ്ങുകയാണ്. ആദ്യമായിട്ടാണ് സമസ്തയുടെ അധ്യക്ഷൻ ഒരു കേരള യാത്ര നടത്തുന്നത്. കേരള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ 10 ദിവസം നീളുന്നതായിരിക്കും ഈ യാത്ര. സമസ്ത അതിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ഡിസംബർ 18-നാണ് ഈ കേരള യാത്ര ആരംഭിക്കുക. സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ്. അത് ഡിസംബർ അവസാന വാരം 18-ാം തീയതിയാണ് നിശ്ചയിക്കപ്പെട്ടത്. അത് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മംഗലാപുരത്ത് സമാപിക്കുന്ന വിധത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ സമ്മേളനം പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുന്നത് ഈ യാത്രയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു. കേരളം ഈ 3 സംസ്ഥാനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ടുള്ളൊരു മഹാസംഭവമായിരിക്കും. മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു യാത്ര, ഒരു കേരള പര്യടനം അതൊരു സമസ്ത അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതും സ്നേഹയാത്രയല്ല, സന്ദേശയാത്രയാണ്. എന്താണ് സന്ദേശം? ആര്യ, ഏറ്റവും പ്രധാനമായും സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം നടക്കാനിരിക്കുകയാണ്. കാസർഗോഡ് അടുത്ത ഫെബ്രുവരിയിലാണ് സമ്മേളനം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഈ യാത്ര. പക്ഷേ 100ാം വാർഷിക സമ്മേളനം മഹാസംഭവമായി മാറ്റാനാണ് സമസ്ത ഇപ്പോൾ അതിൻ്റെ സംഘാടനം നടത്തുന്നത്. സമാനമായി തന്നെ യാത്രയും വലിയ മുന്നൊരുക്കങ്ങൾ യാത്രയുടെ ഭാഗമായി ഇപ്പോൾ നടന്നു വരികയാണ്. ഏറ്റവും പ്രധാനമായും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത പ്രസിഡന്റായി ഏറ്റെടുത്തതിന് ശേഷം സമസ്ത അതിൻ്റെ സ്വന്തം വ്യക്തിത്വം കാത്തുസൂക്ഷിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോവുകയായിരുന്നു. അതായത് മുസ്ലിം ലീഗിൻ്റെ ബി ടീമായി നിന്ന സമസ്ത അതിൽ നിന്ന് വ്യത്യസ്തമായ സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളുമായി വന്നത് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നതിന് ശേഷമാണ്. അത്തരമൊരു പ്രാധാന്യം അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിലുണ്ടായിരുന്നു. പിന്നീടാണ് മുസ്ലിം ലീഗുമായുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുന്ന സാഹചര്യം. ഇപ്പോഴും ആ അഭിപ്രായ വ്യത്യാസം ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പോലും ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും സമസ്തയുമായി രൂക്ഷമായ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്ന ഒരു പരിപാടിയിൽ പോലും SMFന്റെ പേരിൽ സമാന്തരമായ ഒരു പരിപാടി, സമസ്തയുടെ വാർഷിക സമ്മേളനത്തിന് സമാന്തരമായ എന്നോണം ഒരു പരിപാടി സംഘടിപ്പിക്കുകയൊക്കെ സാധിച്ചു. അങ്ങനെ രൂക്ഷമായ അഭിപ്രായ ഭിന്നത നിലനിൽക്കുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യാത്രക്ക് ഒരുങ്ങുന്നത്. സമസ്തയുടെ സംഘാടകനം എല്ലാ ജില്ലകളിലും ഈ യാത്രക്ക് സ്വീകരണം നൽകുകയും ചെയ്യും. ഒപ്പം തന്നെ കന്യാകുമാരി, ഒപ്പം തന്നെ മംഗലാപുരം, ഈ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ഇടങ്ങളിലുള്ള പ്രവർത്തകരെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് ആ തരത്തിലുള്ള വിപുലമായ ഒരു യാത്രക്കാണ് ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനമായും ഈ തരത്തിൽ സമുദായ നേതൃത്വം പാണക്കാട് തങ്ങൾക്കാണോ അതല്ല സമസ്ത നേതൃത്വത്തിനാണോ എന്ന ചർച്ച വളരെ രൂക്ഷമായി ഈ സമുദായത്തിനകത്ത് പ്രത്യേകിച്ചും സുന്നി സമൂഹത്തിനിടയിലുണ്ട്. ഇതിനിടയിൽ ഈ രീതിയിൽ ഒരു യാത്ര നടത്തുന്നതിനോടുകൂടി സമസ്തയ്ക്കും സംസ്ഥാന പ്രസിഡന്റിനുമാണ് ഈ തരത്തിലുള്ള ഈ സമുദായത്തിൻ്റെ പിന്തുണ ഉള്ളത് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലുള്ള ആ തരത്തിലുള്ള സംഘാടനവും പ്രവർത്തനവുമാണ് ഈ യാത്രയ്ക്ക് വേണ്ടി സമസ്തക്കുള്ളിൽ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സമാന്തരമായി സമ്മേളനം, ഈ 100ാം വാർഷിക സമ്മേളനത്തിനും ഈ ജിഫ്രി തങ്ങളുടെ യാത്രക്കും സമാന്തരമായി തന്നെ സമസ്തക്കകത്ത് തന്നെയുള്ള ലീഗ് അനുകൂല പക്ഷത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ആ തരത്തിലുള്ളൊരു പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോഴാണ് സമസ്ത പ്രസിഡന്റിൻ്റെ യാത്രയുടെ പ്രാധാന്യം നമുക്ക് വ്യക്തമാകുന്നത്. ശരി, ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്.